ഹലോ ആസ്പിറൻസ്, ഹായ്. സോ ജോലി കഴിഞ്ഞു, ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ, വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ഞാൻ 2 ദിവസമായിട്ട് വായിച്ച ന്യൂസ് പേപ്പറിന്റെ ഫുൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഈ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടുന്ന ഓൾറെഡി അറിയാം, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. 23rd 24th എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ എഡിറ്റോറിയൽസും കോളംസും ആണ് പറയുന്നത്. ഒന്ന് പാർലമെന്റ് ഹിസ്റ്റോറിക് ലോ ആൻഡ് എക്സ്റ്റൻഡഡ് വെയിറ്റ് ഫോർ വുമൺ, ഇത് 23rd ദെൻ ലൈൻസ് ഇൻ ദ സാൻഡ് പാക് സിലിക്ക ലൈൻസിനെ കുറിച്ച്. പിന്നെ ED ഐഡന്റിഫൈസ് 8 പ്രയോറിറ്റി ഏരിയാസ് എന്നൊരു ടോപ്പിക്. ദെൻ ബയോടെക്നോളജി ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 23rd ഹിന്ദു ന്യൂസ് പേപ്പർ. 24th ന്യൂസ് പേപ്പർ നമ്മൾ ക്വയറ്റ് ക്രൈസിസ് ഓഫ് അഡോളസന്റ് മെന്റൽ ഹെൽത്ത് ഇൻ ഇന്ത്യ, AI for all, AI impact summit, and India's energy shift through the green ammonia route. ഇത്രയാണ് നമ്മൾ ടോട്ടലി എന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ള വേർഡുകളും എഡിറ്റോറിയൽ ഫ്രേസുകളും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്രേസസിന്റെ ഒക്കെ മീനിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് ഞാൻ ഫ്രേസിന്റെ ഷോർട്സുകൾ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ പാർലമെന്റ് ഹിസ്റ്റോറിക് ലോ എന്ന് പറയുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും 33% റിസർവേഷൻ വരണം എന്നൊരു ഹിസ്റ്റോറിക് ഭയങ്കര ലാൻഡ്മാർക്ക് റിഫോം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സെൻസസിന്റെയും ഡീലിമിറ്റേഷന്റെ കാരണങ്ങളാൽ ഇതൊരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ടൈംലി ഇംപ്ലിമേഷൻ നടക്കുന്നില്ല? ടൈംലി ഇംപ്ലിമേഷൻ നടന്നാലല്ലേ അവിടെ റിയൽ എംപവർമെന്റ് ഉള്ളൂ എന്നൊരു ക്വസ്റ്റ്യൻ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണിത്. ഇതിനകത്ത് അവിടെ കീ അനാലിസിസ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ ഈ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ എന്താ പറയുക ഒരു റെപ്രസെന്റേഷൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലാൻഡ്മാർക്ക് റിഫോം കൊണ്ടുവരുന്നത്. അപ്പൊ അത് പോസ്റ്റ്പോൺ ചെയ്തു പോവുകയാണ് ഈ സെൻസസും ഡീലിമിറ്റേഷനും കാരണം. ആൻഡ് അത് ആക്ച്വലി അത് ശരിയാണോ? ടൈംലി റിഫോർമേഷൻ വേണ്ടേ? ആൻഡ് ദ റിസ്ക് ഓഫ് സിംബോളിക് റിഫോം വിത്തൌട്ട് പ്രാക്ടിക്കൽ എക്സിക്യൂഷൻ എന്നൊരു പോയിന്റ് അവർ നന്നായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് പൊളിറ്റിക്കൽ വിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലാരിറ്റി ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണെന്ന് അതിൽ പറയുന്നുണ്ട്. ഇതിൽ തോന്നിയ വാക്കുകൾ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നിയ വാക്കുകൾ, ഒന്ന് ഡീലിമിറ്റേഷൻ, വിച്ച് മീൻസ് റീഡ്രോയിങ് ബൗണ്ടറീസ് എന്നാണ്. ഡിമാർക്കേഷൻ എന്ന് വേണമെങ്കിൽ സിനിമയായിട്ട് നമുക്ക് പറയാം. പിന്നെ ഡെഫേർഡ്, DEFERRED, പോസ്റ്റ്പോണ്ടഡ് എന്നാണ് അതിന്റെ മീനിങ് എന്ന്. ഡിലേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഇൻക്ലൂസിവിറ്റി, അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിംഗ് ഓൾ ഗ്രൂപ്പ്സ്, അതായത് ഇക്വാളിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂസിവിറ്റിനെ പറയാം. പിന്നെ മൈൽ സ്റ്റോൺ, അത് ഇമ്പോർട്ടന്റ് അച്ചീവ്മെന്റ്, അതിലൊരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിനകത്ത് തോന്നിയ എഡിറ്റോറിയൽ എക്സ്പ്രഷൻസ് ആക്ച്വലി ലോങ് ഓവർഡ്യൂ, സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, ഓൺ പേപ്പർ വേഴ്സസ് ഇൻ പ്രാക്ടീസ്, പൊളിറ്റിക്കൽ വിൽ, ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് നമുക്കൊന്ന് നോക്കണം. ലൈൻസ് ഇൻ ദ സാൻഡ് പാക് സിലിക്ക അലയൻസിലേക്ക് വരുമ്പോൾ അതിൽ ആക്ച്വലി ടെക്നോളജിക്കൽ അലയൻസിലെ ഇന്ത്യയുടെ പോസിബിൾ പാർട്ടിസിപ്പേഷനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള. അപ്പോൾ അതിൽ AI ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സെക്യൂർ സപ്ലൈ ചെയിൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇറ്റ് റിഫ്ലെക്ട്സ് എമർജിംഗ് ജിയോ പൊളിറ്റിക്കൽ ഡിവിഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നേഷൻ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലി ചൂസ് ചെയ്യണം അവരുടെ അലൈൻമെന്റ്സ് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്ത്യയുടെ ബെനിഫിറ്റ് എന്നതിൽ കൊടുത്തതെന്ന് വെച്ചാൽ ആക്സസ് ടു അഡ്വാൻസ് സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം, ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, ഗ്രേറ്റ് സ്ട്രാറ്റജിക് റെലവൻസ് ഇൻ ഗ്ലോബൽ ടെക്നോളജിക്കൽ ഗവർണൻസ്, ഇതൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. ആൻഡ് കൺസേൺസ് അവർ പറയുന്നുണ്ട്. അതായത് റെഡ്യൂസ് സ്ട്രാറ്റജിക് ഓട്ടോണമി, പോസിബിൾ സ്ട്രെയിൻസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ചൈന, ട്രേഡ് പോളിസി കൺസ്ട്രെയിൻസ് ഡ്യൂ ടു ദ ബ്ലോക്ക് അലൈൻമെന്റ്, ഇങ്ങനത്തെ കുറച്ച് റിസ്കുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. വാക്കുകൾ നോക്കുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ, അതായത് പ്രൊഡക്ഷൻ നെറ്റ്വർക്ക് എന്നാണ് സപ്ലൈ ചെയിൻ്റെ അർത്ഥം. ദെൻ ജിയോ പൊളിറ്റിക്സ്, ഗ്ലോബൽ പവർ പൊളിറ്റിക്സ് ഇഷ്യൂ നോ. ദെൻ ലെവറേജ് സ്ട്രാറ്റജിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ്. ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻട്രൻച്ച് എന്നൊരു വാക്കുണ്ട്, വിച്ച് മീൻസ് ഫിക്സ് ഫേംലി, ഒരിടത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അതായത് എംബെഡഡ് എന്നൊക്കെ പറയില്ലേ, എംബെഡ് ചെയ്യുക. ഇതിനകത്ത് ഡ്രോ ലൈൻസ് ഇൻ ദ സാൻഡ് എന്നൊരു ഫ്രേസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ടെക്നോളജിക്കൽ റേസ് ആൻഡ് ഗ്രേറ്റ് പവർ റൈവലറി, ഇതൊക്കെ ഇതിനകത്ത് വന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഇനി ED ഐഡന്റിഫൈസ് 8 പ്രയോറിറ്റി ഏരിയാസ് എന്നുള്ളൊരു എന്താ പറയുക, ED എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ആക്ച്വലി നമുക്ക് ഒരുപാട് റൈസിംഗ് ഫിനാൻഷ്യൽ ക്രൈംസ് ഇപ്പോ ഇന്ത്യയിലുണ്ട്. അതിലിപ്പോ എന്താ പറയാ, ഇൻസോൾവൻസി ആവട്ടെ, ബാങ്ക്രപ്സി കോഡ് ആവട്ടെ, സൈബർ ഫ്രോഡ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേ ക്രോസ് ബോർഡർ മണി ലോണ്ടറിംഗ് ഇല്ലേ, അതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഈ ഒരു ഏജൻസി, നമ്മുടെ ED എന്ന് പറയുന്ന ഒരു ഏജൻസി, ആക്ച്വലി ദേ ആർ ട്രൈങ് ടു പ്രിവെന്റ് ദം, സ്ട്രെങ്തൻ ദ പ്രിവെന്റീവ് മോണിറ്ററിംഗ്. പ്രിവെന്റീവ് മോണിറ്ററിംഗ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണമെന്നും കുറച്ചുകൂടെ കോർഡിനേഷൻ ബാങ്ക് ആയിട്ടും ഗ്ലോബൽ റെഗുലേറ്റേഴ്സും കുറച്ചുകൂടെ കോർഡിനേഷൻ കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. ദെൻ ഇതിൽ എനിക്ക് തോന്നിയ കുറച്ച് കീ ഇൻസൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസോൾവൻസി ലൂപ്പ് ഹോൾസ് ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ലോൺ റീപേയ്മെന്റ് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ലോൺ അടയ്ക്കാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ പേയ്മെന്റ് ഫ്രോഡ്, ക്രിപ്റ്റോ ലിങ്ക്ഡ് ലോണ്ടറിംഗ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ക്രൈം നെറ്റ്വർക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെഗുലേറ്റ് ചെയ്യണം. അത് നമ്മൾ കോർഡിനേഷനും മോണിറ്ററിംഗ് കുറച്ചുകൂടെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ED വിചാരിക്കുന്നത് എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. ഇറ്റ്സ് വെരി നൈസ് വൺ. ദെൻ ലോണ്ടറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡിംഗ് ഇല്ലീഗൽ മണി സോഴ്സ് ആണ് ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രോഡലന്റ് എന്ന് വെച്ചാൽ ഡിസ്ഓണസ്റ്റ് ഡിസെപ്ഷൻ, അതായത് ഡിസെപ്റ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിസിറ്റ്, അത് ഇല്ലീഗൽ, നിങ്ങൾക്ക് അറിയാം. ഇതിനകത്ത് വന്ന കുറച്ച് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ലൈക് മണി ട്രെയിൻ എന്നൊരു സാധനം വന്നിട്ടുണ്ട്.
പ്ലഗിംഗ് റെഗുലേറ്ററി ഗ്യാപ്പ്. ഇതൊക്കെ പെട്ടെന്ന് കേട്ടിട്ട് ഇതിനൊക്കെ ഒരു മീനിങ്ങോ അല്ലെങ്കിൽ ഇതിന്റെ മീനിങ് വരുന്ന ഒരു ഫ്രേസ് ഏതാന്ന് ചോദിച്ചാലൊക്കെ നമുക്ക് പെട്ടുപോകും നമ്മൾ. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, എക്കണോമിക്കൽ ടേംസ് ആയിരുന്നു. പിന്നെ നാലാമതായിട്ട് ബയോടെക്നോളജി ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അതായത് ഇപ്പൊ ഒരു ആളെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സ് കൊടുക്കാം, കസ്റ്റമൈസ് ചെയ്ത് ജുവലറി കൊടുക്കാം എന്നൊക്കെ പറയുന്നത്, കസ്റ്റമൈസ് ചെയ്ത് മെഡിസിൻ കൊടുക്കാം ഒരാളുടെ നീഡ് അനുസരിച്ചിട്ട്. അതാണ് ഈ ബയോടെക്നോളജി ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ടൈലറിംഗ് ട്രീറ്റ്മെന്റ് ടു ഇൻഡിവിജ്വൽ ജനറ്റിക് പ്രൊഫൈൽ. ഒരാളുടെ ജനറ്റിക് പ്രൊഫൈൽ അനുസരിച്ച് അയാൾക്ക് ടൈലറിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരുപാട് ബയോ ഇൻഫോർമാറ്റിക്സ്, AI, ജിനോമിക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏർലി ഡിസീസ് ഡിറ്റക്ട് ചെയ്യാനും ടാർഗറ്റഡ് തെറാപ്പീസ് കൊടുക്കാനും പറ്റും. ഇതിന്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് സക്സസ് കൂടുതലാണ്, സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്, പ്രെഡിക്റ്റീവ് ഇതൊക്കെ ഞാൻ പറയുന്നത് എഡിറ്റോറിലുള്ള കാര്യങ്ങളാണ്. പ്രെഡിക്റ്റീവ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ചലഞ്ച് ഉണ്ട്, ഭയങ്കര കോസ്റ്റ് ഉണ്ട്, എത്തിക്കൽ ആൻഡ് ഡേറ്റ പ്രൈവസി കൺസേൺസ് വരും, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അവയർനെസ് ഗ്യാപ്പ് വരും. അപ്പൊ ഇന്ത്യയുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ ഇന്ത്യ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ ഗ്ലോബൽ ബയോടെക് ഹബ്ബായിട്ട് ഇന്ത്യക്ക് മാറാൻ പറ്റും. ഒരു ഫാർമ എക്കോസിസ്റ്റം വിത്ത് റിസർച്ച് പൊട്ടൻഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തോന്നിയ വേർഡുകൾ പ്രസിഷൻ, അതായത് എക്സാക്ട്നെസ് അല്ലെങ്കിൽ ആക്യുറസി എന്നൊരു വേർഡ്, പ്രസിഷൻ എന്നാണ് വേർഡ്. പിന്നെ ബയോമാർക്കർ, അതിനർത്ഥം ഡിസീസ് ഇൻഡിക്കേറ്റർ എന്നാണ്. ഡയഗ്നോസ്റ്റിക് സിഗ്നൽ എന്നും പറയാറുണ്ട്. ദെൻ പ്രോഗ്നോസിസിൽ ഡിസീസ് പ്രെഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ ദാറ്റ് വാസ് എ നൈസ് വൺ. ഇനി നമുക്ക് 24-ാം തീയതി പോവുകയാണെങ്കിൽ ദ ക്വയറ്റ് ക്രൈസിസ് ഓഫ് അഡോളസന്റ് മെന്റൽ ഹെൽത്ത് ഇൻ ഇന്ത്യ. സച്ച് എ വെരി നൈസ് ആർട്ടിക്കിൾ. സത്യം പറയാമല്ലോ, നല്ലൊരു ആർട്ടിക്കിളാണ്, എല്ലാവരും വായിച്ചിരിക്കണം. കാരണം അക്കാഡമിക് പ്രഷർ കൊണ്ടും സോഷ്യൽ മീഡിയ എക്സ്പോഷർ കൊണ്ടും ലോൺലിനെസ് കൊണ്ടും ലാക്ക് ഓഫ് കൗൺസിലിംഗ് കൊണ്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ, സോഷ്യൽ പ്രഷർ കൊണ്ടും ഒരുപാട് പേർക്ക് ആൻസൈറ്റിയുടെ റിസ്ക് കൂടുന്നുണ്ട്, ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഈ അഡോളസന്റ് മീനിങ് വെച്ചാൽ സ്റ്റേജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. ഈ അഡൽട്ട്ഹുഡിന്റെയും ചൈൽഡ്ഹുഡിന്റെയും ഇടയിലുള്ള സ്റ്റേജിനാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്, ടീനേജ് ഫേസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ആർട്ടിക്കിൾ നേരത്തെ നമ്മൾ ഇതിൽ ഇന്റർവ്യൂ ചെയ്യണമെന്നും സ്കൂൾ ബേസ്ഡ് കൗൺസിലിംഗ് കൊടുക്കണമെന്നും ഇന്റഗ്രേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അതൊരു സ്റ്റിഗ്മ അല്ല. പലരും അത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് സ്റ്റിഗ്മയായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് മാറ്റണം. അക്കാഡമിക്കൽ കോമ്പറ്റീഷനും ഈ ഡിജിറ്റൽ പ്രഷറും പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്ത കൗൺസിലേഴ്സും ആക്സസിബിൾ സർവീസസും കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര എക്സ്ട്രീം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കണമെന്നും, കാരണം അഡോളസൻസ് എന്ന് പറയുന്നത് ലോങ് ടേം നാഷണൽ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ലിങ്ക്ഡ് ആണെന്നും ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് തോന്നിയ വാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഗ്മ, സോഷ്യൽ ഷെയിം അല്ലെങ്കിൽ പ്രെജുഡിസ് എന്നത് ആണ് അതിന്റെ മീനിങ്. ദെൻ വൾണറബിലിറ്റി എന്ന് വെച്ചാൽ സസെപ്റ്റബിലിറ്റി ടു ലേൺ ഓർ ഫ്രജിലിറ്റി നമുക്ക് പറയാം. ദെൻ ഡിസ്ട്രെസ്, എക്സ്ട്രീം ആങ്സൈറ്റി, സഫറിംഗ് എന്നാണ് അതിന്റെ മീനിങ്. ഹോളിസ്റ്റിക്, കൺസിഡറിംഗ് ഹോൾ പേഴ്സൺ അല്ലെങ്കിൽ ഹോൾ ഓഫ് സംതിങ്, കോംപ്രഹെൻസീവ് എന്ന് നമ്മൾ പറയും. ആൻഡ് ഇതിൽ നമുക്ക് ക്രൈ ഫോർ ഹെൽപ്പ്, ഫോൾ ത്രൂ ദ ക്രാക്സ്, ബ്രേക്കിംഗ് ദ സ്റ്റിഗ്മ, സൈലന്റ് എപ്പിഡമിക്, ഇങ്ങനെയുള്ള കുറച്ച് ഫ്രേസസ് കാണാൻ പറ്റും. ദെൻ AI ഫോർ ഓൾ, AI ഇമ്പാക്ട് സബ്മിറ്റ്. ഇതിനകത്ത് ആക്ച്വലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും AI ഇമ്പാക്ട് സബ്മിറ്റിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ഇന്ത്യ ആക്ച്വലി AI ഗവർണൻസ്, AI ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ എല്ലാത്തിലും AIയുടെ ഒരു എന്താ പറയാ ഒരു കടന്ന ഉപയോഗം അവര് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അത് ഇന്നോവേഷനെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു സേഫ് ഗാർഡും റെഗുലേഷനും ഒക്കെ വെച്ചിട്ട് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഇൻക്ലൂസീവ് AI കൊണ്ടുവരിക, എത്തിക്കൽ ഗവർണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി അത് ആവശ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഒരു AI ഡ്രിവൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് വർക്ക് ഫോഴ്സ് സ്കില്ലിംഗ് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൽ ഡിവൈഡ്, പ്രൈവസി കൺസേൺ, ഓട്ടോമേഷൻ റിസ്ക്, ഇതൊക്കെയാണ് ആകെയുള്ള ചാലഞ്ചസ് എന്നും ആ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇതിൽ ഡിപ്ലോയ്മെന്റ് എന്നൊരു വേർഡ് ഉണ്ട്, വിച്ച് മീൻസ് പുട്ടിംഗ് ഇൻ ടു യൂസ് എന്നാണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ കൊളാബറേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വർക്കിംഗ് ടുഗദർ, കോപ്പറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഫോർ ആക്ഷൻ, ആൻസറബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എത്തിക്കൽ എന്ന് വെച്ചാൽ മോറലി റൈറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എത്തിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് പിന്നെ എനിക്ക് അധികം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഫ്രേസസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ലാസ്റ്റ് വൺ ഇസ് ഇന്ത്യാസ് എനർജി ഷിഫ്റ്റ് ത്രൂ ഗ്രീൻ അമോണിയ റൂട്ട്. ദിസ് വാസ് എ നൈസ് ആർട്ടിക്കിൾ അഗെയിൻ. ഇതിനകത്ത് ഇന്ത്യയുടെ ട്രാൻസിഷൻ ടുവേർഡ്സ് ഗ്രീൻ അമോണിയ ഇസ് ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ക്ലീൻ എനർജി സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത്. ഒരു ഇന്ത്യയുടെ ഒരു ക്ലീൻ എനർജി സ്ട്രാറ്റജി ആയിട്ടാണ് ഈ അമോണിയയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നുണ്ട്. റിന്യൂവബിൾ എനർജി ആക്കുക, എമിഷൻ കുറയ്ക്കുക, ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുക, എനർജി എക്സ്പോർട്ട് കൂട്ടുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഡീകാർബണൈസേഷൻ സപ്പോർട്ട് ചെയ്യുക, റിന്യൂവബിൾ എനർജി എക്സ്പാൻഷൻ സപ്പോർട്ട് ചെയ്യുക, എനർജി സെക്യൂരിറ്റി കൂട്ടുക, റെഡ്യൂസിങ് ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസി കുറയ്ക്കുക. മാത്രമല്ല കുറച്ച് ചലഞ്ചസ് അതിലുണ്ടെന്ന് പറയുന്നുണ്ട്, ലൈക്ക് ഹൈ കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ നീഡ്, സ്കെയിലബിലിറ്റി, ദാറ്റ്സ് എ വെരി ബിഗ് ഇഷ്യൂ. അപ്പൊ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നിയ വാക്കുകൾ ഡീകാർബണൈസേഷൻ, റെഡ്യൂസിംഗ് കാർബൺ എമിഷൻ, വയബിലിറ്റി, എബിലിറ്റി ടു സക്സീഡ്, ഫീസിബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ സസ്റ്റൈനബിലിറ്റി, ലോങ് ടേം ബാലൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം. ട്രാൻസിഷൻ, പ്രോസസ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഷിഫ്റ്റ്.
സോ ഇതാണ് 23-ലെയും 24-ലെയും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ആർട്ടിക്കിൾസ്. അപ്പൊ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റിന് ഒരുപാട് വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. SSC, UPSC, ബാങ്കിങ്, ഏതൊരു ഫീൽഡിലുള്ള ആളാണെങ്കിലും എഡിറ്റോറിയൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. സോ ഭാഷ ബഹുവിശേഷ അടുത്ത വീഡിയോ.